ശ്രീ എം കെ ഹരിദാസ് ശ്രീ എം കെ ഹരിദാസ്, ഇപ്പോൾ കോടതിയുടെ കർശനമായ ഇടപെടൽ ഉണ്ടായിട്ടും അപകടം ഉണ്ടാകുന്ന പാതയ്ക്ക് സമീപം വീണ്ടും CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും മറ്റും റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ചതിന്റെ വിവരങ്ങളാണ്, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ കഴിയും? കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിൽ ഇനി കൂടുതൽ കർക്കശമാക്കേണ്ടി വന്നേക്കാം? നീതി നിയമ നിർവഹണ സംവിധാനത്തെ വെല്ലുവിളിക്കുക എന്നുള്ളത് രാഷ്ട്രീയക്കാരുടെ ഒരു രീതിയായി മാറി എന്നുള്ളത് വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സാധാരണക്കാർക്ക് എല്ലാ കാലത്തും അഭയം കോടതികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ്. രാഷ്ട്രീയക്കാർ തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങൾക്ക് തോന്നുന്നത് തങ്ങൾക്ക് ഇംഗിതത്തിനനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ കോടതിയുടെ ഇടപെടൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഫ്ലക്സ് ബോർഡുകൾ വെക്കലും യാത്രക്കാരുടെ യാത്രാ സൗകര്യം മുടക്കിക്കൊണ്ടുള്ള ഇത്തരം കാര്യങ്ങളിലും കോടതി കാണിക്കുന്ന ശുഷ്കാന്തിയോട് ുകൊണ്ട് അതിനെ അനുസരിക്കേണ്ട രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരത്തിലുള്ള നിഷേധ മനോഭാവം പുലർത്തുന്നത് ഒരു തരം ഗുണ്ടായിസമാണ്, രാഷ്ട്രീയ ഗുണ്ടായിസമാണ്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് തിരുവനന്തപുരത്ത് നടുറോട്ടിൽ സ്റ്റേജ് കെട്ടിയ വിഷയമായാലും CPI-ക്കാര് മറ്റേ സെക്രട്ടേറിയറ്റിലെ വാഹന ഗതാഗതം മുടക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള അവരുടെ സമരമായാലും ഇത്തരം കാര്യങ്ങളായാലും ഇതൊരു തരം വെല്ലുവിളിയാണ്. ജഡ്ജി തന്നെ നേരിട്ടിട്ട് കൊല്ലത്ത് പോയിട്ട് ഇത്തരം ഒരു വിഷയം കണ്ടിട്ട് മണിക്കൂറുകൾക്കകം ആ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ട് ഫ്ലക്സ് ബോർഡുകളൊക്കെ മാറ്റിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തില് അതിന് വിശദീകരണം നൽകിയിട്ട് കോടതി സജീവമായി ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് നീതി നിയമ നിർവഹണ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കേരളത്തിൽ കാണിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത്. ഇത് ഒരു കാര്യമല്ല, സാധാരണക്കാരായ നികുതിദായകർക്ക് അങ്ങേയറ്റം ആശങ്ക പരത്തുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായിട്ടുള്ളത് ഏറ്റവും വലിയ തൂണ് കോടതി തന്നെയാണ്. ആ കോടതിയെ അനുസരിക്കാൻ രാഷ്ട്രീയക്കാർ തയ്യാറാവാത്ത ഈ സാഹചര്യം നമ്മുടെ നാടിന്റെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എം കെ ഹരിദാസ് പ്രതികരിച്ചത് ഇതൊരു കീഴ്വഴക്കമാണ്. സാധാരണ സമ്മേളനം അതിനുശേഷം തെറ്റുപറ്റിപ്പോയെന്ന് പറയുകയും എന്നാൽ ആ തെറ്റ് തിരുത്താൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം CPM സ്വീകരിക്കുന്നുണ്ട്. നാട് ഭരിക്കുന്ന പാർട്ടിയാണ്, അവർ മാതൃകയാകേണ്ടതാണ്. CPM പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് റോഡിൽ കയ്യേറി നിന്നിട്ടുള്ള ബോർഡുകൾ മാറ്റാനുള്ള ഒരു മര്യാദയാണ് കാണിക്കേണ്ടത്.